സൂര്യകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കാക്കനാടുള്ള കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഇവിടുത്തെ കുട്ടികൾ അത് ഞാൻ പറയുന്നില്ല, അവരവിടെ റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. കമാൺ. ദിലീപേട്ടൻ സാധാരണ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം ഒരു മാസ് ചിത്രം വരികയാണ്, റൺവേ. അതിൽ എന്താണ് വലിയൊരു മാസ് ക്യാരക്ടറാണ് പുള്ളി ചെയ്തത്. പ്ലാച്ചിമട വെള്ളവുമായി കണക്ട് ചെയ്തൊരു ഡയലോഗാണ് നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു വെള്ളവും ടാങ്കറും ഒക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പോകുമ്പോൾ പോലീസ് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സീനാണ്. അതാണ് നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. കുട്ടികളത് വെള്ളം കുടിക്കുമോ വെള്ളം കൊണ്ടുപോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാക്കനാട്. പിള്ളേരൊക്കെ ഇങ്ങനെ എന്താണ് ഫുൾ എനർജിയിൽ നിൽക്കുകയാണ്, നല്ല സ്മൈലായിട്ട് നിൽക്കുകയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളെ ബൂസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, അയാളെ ഞാൻ ബൂസ്റ്റ് ചെയ്യാം. അതിനു മുന്നേ ഞാൻ എൻ്റെ പെർഫോമൻസ് ഒക്കെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി പഠിച്ച് നിൽക്കുന്ന ഒരു സുന്ദരി കുട്ടിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. അന്ന. വെൽക്കം അന്ന. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. എങ്ങനെയുണ്ട് കൊച്ചിൻ നിങ്ങളുടെ ഈ കോളേജ്? വൈബ്. പിന്നെ ഏതിനാ മോള് പഠിക്കുന്നത്? BBA. റെഡി ആക്ഷൻ. ഒരു പ്രാവശ്യം തരുമോ? എനിക്ക് ഡയലോഗ് ഒന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം 5 രൂപയോ? നീ ആള് കൊള്ളാമല്ലോടാ. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാ സാറേ. ഞാൻ അവിടെ ഇട്ട് കുടിവെള്ളം കൊണ്ടുപോകാൻ പോകുന്നതാ. അവിടെ സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. കുടിവെള്ളം കൊണ്ടുപോകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ. ചിരിപ്പിക്കല്ലേ, അവര് ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. പച്ചവെള്ളം വിട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ചു വെക്കോട്ടെ സാറേ. എന്താ ഒന്നും അല്ലെങ്കിലും. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? അല്ലേ ഈ പോലീസുകാരിങ്ങനെ മഹാ തൊട്ടാവാടികളാ. നമ്മള് ഇത്ര നാൾ ഇവിടെ ഇല്ലാത്തോണ്ട് ഇവിടുത്തെ നിയമം മാറിയതൊന്നും അറിഞ്ഞില്ല. പോരാത്തതിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറ്. വണ്ടി എടുത്തോണ്ട് പോയെ? സാറിന് ഒന്നും അല്ലെങ്കിലും ഒരുപാട് നാള് സാറിന് വിളിച്ച് പുറകെ നടന്നിട്ടുള്ളതല്ലേ. എൻ്റെ ഒരുപാട് കാശ് വാങ്ങിയിട്ടുള്ളതല്ലേ. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല സാറ്. സാറൊക്കെ പഴയ സാറിലെന്നും പുതിയ സാറുമാരുടെ സാറാണെന്നും പറഞ്ഞു. അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ഈ സാറയുടെ കേട്ടാ. ഓ, നമസ്കാരം. നമസ്കാരം. എന്നോട് പറയാൻ പാടില്ല. നിർത്തോ, കുറെ നേരം തന്നെ തൊഴുകണു. ഞാൻ എന്താ ഹനുമാൻ സമയം എഴുതിട്ട് പോടോ. അവന്റെ മുമ്പ് തൊഴുകല്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് സാറിന് മനസ്സിലായില്ലേ? സന്തോഷം, നന്ദി സാറേ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. എന്താണ് മോന്റെ പേര്? എൻ്റെ പേര് ശ്യാം. ശ്യാം. ശ്യാം എവിടെയാണ് നാട്? കൊല്ലം. കൊല്ലത്ത് എവിടെ? കൊല്ലം അഞ്ചൽ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? BBA. BBA ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ ആണ്. എന്നാ നല്ല ആക്ട് ചെയ്ത് തുടങ്ങിക്കോ. റെഡി ആക്ഷൻ. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. വരുമായിരുന്നു. ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ വന്നതാ. കുടിവെള്ളം വിറ്റാണ് നമ്മൾ ജീവിച്ചോട്ടെ സാറേ. അല്ല സാറേ, നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് നിയമമൊന്നും മാറി അറിഞ്ഞില്ല. കുടിവെള്ളം ഞാൻ സപ്പോർട്ട് ചെയ്തോ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട്. കുടിവെള്ളം വിൽക്കുന്ന ഇത്ര തെറ്റാണോ സാറേ? ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിയമം ഒന്നും മാറി അറിഞ്ഞില്ല. ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ. വണ്ടി എടുത്തോണ്ട് പോയെ? അല്ല സാറേ, സാറിന് അല്ല സാറേ, സാറിനെ പണ്ട് ഒരുപാട് സാറെന്ന് വിളിച്ചിട്ടല്ലേ സാറേ.
എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുള്ളല്ലോ സാറേ. ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ പലരും പറഞ്ഞ് സാറ് മാറിയെന്ന്. പക്ഷേ ഇപ്പം സാറന്മാരുടെ സാറാന്ന് അറിഞ്ഞില്ല സാറേ. നിന്റെ ഈ സാറേ വിളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെന്തായിരുന്നു? അപ്പം ഞാൻ ഉദ്ദേശിച്ച സാറിന് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. ശരി സാറേ. വാ സാറേ. പോവാ. ഇങ്ങനെ 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 അല്ല പോകുന്നെ. എന്നാ ശരി, പോയിക്കോ, ഓക്കേ, താങ്ക് യു. പോയിക്കോ, അങ്ങനെ തന്നെ പോയിക്കോ. ഞാനൊരു ദിവസം ഇൻസ്റ്റയിൽ കുറേ മെസ്സേജസ് ഇങ്ങനെ വരാറുണ്ട്. എല്ലാ മെസ്സേജസും മിക്കവാറും ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു പയ്യൻ സ്ഥിരം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങളുടെ കോളേജിലൊന്ന് ഷൂട്ട് ചെയ്യണം, ഇതേ ഇപ്പോൾ ശരിയാക്കി തരാം, ഞങ്ങൾ സ്ഥിരം കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ്, ഞാൻ ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു, നമ്പർ വാങ്ങി. മുന്നേ സംസാരിച്ചപ്പോഴൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ അവൻ ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരുത്തിക്കണം നമ്മൾ. അങ്ങനെ ഞാൻ നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായ ഫൈസലിനെ കൊടുക്കുകയും ഫൈസലിന് പിന്നെ അവനൊരു ശല്യമായി മാറുകയും അവസാനം ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തു. ആ പയ്യൻ്റെ പേരാണ് അംചുത്. അംചുത്ത് ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ തല, എൻ്റെ ഫേസ്, എൻ്റെ ബോഡി, എന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. കേട്ടല്ലോ എല്ലാവരും? എന്നെ തന്നെ പുകഴ്ത്തണം, എന്നെ മാക്സിമം ബൂസ്റ്റ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. മതി, എത്ര ബൂസ്റ്റ് ചെയ്താൽ മതിയോ? ഇത്രയും ബൂസ്റ്റ് കൂടുതൽ മൊണാലിറ്റടിയൊന്നും വേണ്ട. എന്ത് ചൂട് ഇന്നൊരു വ്യക്തിയല്ലടാ. എന്ത് കഷോ കാണ്. അപ്പോൾ എന്നാ ശരി, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, അമ്മമാർക്ക് വേണ്ടി ഒരു പാട്ടം കാച്ചാ. അതാണ് നല്ലത്. സെന്റിമെന്റ്സ് ആണ്. അതാ ഫുള്ള് സെന്റിമെന്റ്സില്. ഇല്ല, കരയിപ്പിക്കുമെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ. കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ, കാലമധികാലെ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ, കന്നി കുടിക്കാണ്ട് പഴങ്കന്നി കുടിക്കാണ്ട് കാലപ്പുലർക്കാലെ പോയതാണേ, മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി കാലപ്പുലർത്തപ്പോ പോയതാണേ, ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിടമ്മയോ എന്നോ പോയി, കന്നി കുടിക്കാണ്ട് പഴങ്കന്നി കുടിക്കാണ്ട് കാലപ്പുലർത്തപ്പോ പോയതാണേ. വിടേണ്ട സാർ, ഇവനാളൊരു സകല കളകല എന്തോടാ അത്? വല്ലഭൻ. നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടക്കറി കുരുങ്ങി. പ്ലാച്ചിമടയിൽ എന്തൊരു വളർച്ച, പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാ സാറേ. അതിനെന്തായിരുന്നു? ഞാൻ കുടിവെള്ളമായിട്ട് വന്നയാ, കുടിവെള്ളമായിട്ട് വന്നതാ സാറേ. ഒരു കാര്യം ചെയ്യാം, ഇത് നീ ലാസ്റ്റ് അഭിനയിച്ച് കാണിച്ചാൽ മതി. അതാണ് നല്ലത്. പറയുന്നത് കേട്ടോ നീ. അല്ലെ, വായിച്ചു നോക്കിയാൽ മനസ്സിലാവത്തില്ല, കേട്ടല്ലേ മനസ്സിലാവത്തില്ല. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പേരെന്താ മോളുടെ? കൃഷ്ണ. കൃഷ്ണ. കൃഷ്ണ എവിടെയാണ് നാട്? ആലപ്പുഴ. 1 2 3 സ്റ്റാർട്ട്. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാ സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ വന്നതാ. പച്ചവെള്ളം വിറ്റിട്ടാലും ജീവിച്ചു പോട്ടെ സാറേ. പച്ചവെള്ളം വിറ്റിട്ടാലും ജീവിച്ചു പോട്ടെ സാറേ. അല്ല സാറേ, കുടിവെള്ളം കൊണ്ടുപോകണ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള തെറ്റാണോ? നമ്മളിവിടെ കുറച്ചാളില്ലാത്തോണ്ടേ ഒന്നും അറിഞ്ഞില്ല. പോരാത്തതിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി. അല്ല സാറേ, സാറിനെ പണ്ട് ഒരുപാട് സാറേന്ന് വിളിച്ചിട്ടുള്ളതല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ടുള്ളതല്ലേ കുറേ. പിന്നെ ജയിലിൽ നിന്ന് ഞാൻ വന്നപ്പം കുറേ സാറന്മാർ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. സാറ് പഴയ സാറല്ല, പുതിയ സാറാന്ന് ഞാൻ വിശ്വസിച്ചില്ല. അല്ല, അങ്ങനെ കേട്ട്. മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ സാറിന് മനസ്സിലായി ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സന്തോഷം. വരട്ടെ സാറേ, പോട്ടെ സാറേ, വിടു സാറേ. എന്താ സാറേ, പോട്ടെ സാറേ. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. എന്തായിരുന്നു പേര്? ജലീറ്റ. ജലീറ്റ. എവിടെ നാട്? എറണാകുളം തന്നെ. എറണാകുളം തന്നെ. പ്ലാച്ചിമടയിലേക്ക് പോകാം. റെഡി 1 2 3 സ്റ്റാർട്ട്. പ്ലാച്ചിമടയിൽ എന്തൊരു എന്തോരം പഠിച്ചു? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല.
പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാ സാറേ. ഞാൻ അവിടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. പച്ചവെള്ളം ഇട്ടിട്ടാണ് ഞങ്ങൾ ജീവിച്ച് പോയിക്കോട്ടെ സാറേ. കുടിവെള്ളം കൊണ്ടുപോകുന്ന ഇത്രയ്ക്ക് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ സാറേ? അല്ല, ഞാനിവിടെ കുറച്ച് നാളായിട്ടില്ലാഞ്ഞത് കൊണ്ട് നിയമം ഒന്നും മാറി ഇതറിഞ്ഞില്ല. പോരാത്തതിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ. അല്ല സാറേ, സാർ എന്നെ കുറെ സാറേന്ന് വിളിച്ചിട്ടുള്ളതല്ലേ സാറേ? എൻ്റെ നിന്ന് കുറെ പൈസ വാങ്ങിച്ചിട്ടുള്ളതല്ലേ? ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല സാറേ. സാറ് പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. മനസ്സിലാവുന്നുണ്ട്. സാറിന്റെ വീട്ടില് കല്യാണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറിന് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ, വിട്ടെ സാറേ, എന്താ സാറേ, പോട്ടെ സാറേ. വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ഇവിടെ നമ്മുടെ എന്താണ് പഴയ ബോബി ഡിയോളിന് കണക്ക് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് മസിലൊക്കെ പിടിച്ച് നിൽക്കുന്നവരാണ്. വാ മോനെ. അല്ല, നീ അല്ല, കുഴപ്പമില്ല, അടുത്ത വിളിക്കണം. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീങ്ങന്ന് എന്താ പേരെന്താ? ആദിൽ. ആദിൽ 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 എവിടെയാണ് നാട്? കൊല്ലം. ആക്ഷൻ. പ്ലാച്ചിമട എന്തൊരു വരൾച്ചയാണ് സാറേ. ഞാൻ വരൾച്ച പ്ലാച്ചിമട എന്തൊരു വരൾച്ചയാണ് സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ വന്നതാ. പച്ചവെള്ളം വെച്ചിട്ട് ജീവിച്ച് പൊക്കോട്ടെ സാറേ. കുടിവെള്ളം കൊണ്ടുവന്നത് അത്ര വലിയ തെറ്റാണോ സാറേ? അറസ്റ്റ് മാത്രമുള്ള തെറ്റാണോ? നമ്മളിവിടെ കുറച്ചാളില്ലായിരുന്നു. അങ്ങനെ നിയമമാരെയൊന്നും അറിഞ്ഞില്ല. പുറത്ത് ഇന്നത്തെ പത്രം വെച്ച് 5-6 ദിവസമായി. അല്ല സാറേ, സാറിനെ കുറെ സാറിനെ വിളിച്ചിട്ടുള്ളതല്ലേ? എൻ്റെ നിന്ന് ഒരുപാട് ക്യാഷും വിളിച്ചിട്ടുള്ളതല്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു സാറേ, സാർ ഇപ്പോഴത്തെ സാറല്ല, സാർ പഴയ സാറല്ല, സാറ് വേറെ സാറന്മാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. അപ്പോൾ സാറിനെ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. എന്നാ വരട്ടെ സാറേ. സന്തോഷം. വരട്ടെ സാറേ. എവിടെ സാറേ? വെറുതെ സാറേ. അടിസക്കെ. എന്താ അത് പൊക്കളല്ല, പിന്നെ അത് കപ്പിളാ. അടിപൊളി പയ്യനാണ്. ആദ്യം അവൻ ബോബി ഡിയോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ തന്നെ ഇറങ്ങി വന്നാണ്. പക്ഷേ ശരിക്കും ബോബി ഡിയോൾ നീയാണ്. ഓക്കെ അല്ലേ? ഇതിൽ ആ ചിരിക്കുമ്പോൾ ഉള്ള നുണക്കുഴി, ഒരുപാട് നുണ പറയുന്ന ഒരാളാണ്. പിന്നെ കുറെ. എന്താ പണ്ട് പേര്? അൻസൽ. അൻസൽ എവിടെയാണ് സ്ഥലം? പാലക്കാട്. റെഡി, ആക്ഷൻ. പ്ലാച്ചിമട എന്തൊരു വരൾച്ച സാറേ. ഞാൻ അവിടെ കുടിവെള്ളം കൊണ്ടുവന്നതാണ്. പച്ചവെള്ളം വിറ്റാണ് നമ്മൾ ജീവിച്ച് പോക്കട്ടെ സാറേ. നമ്മളിവിടെ കുറച്ച് കാലം ഇല്ലാത്തതുകൊണ്ട് നിയമമാരെയൊന്നും അറിഞ്ഞില്ല. പോരാത്തിന് ഇന്നത്തെ പത്രം വെച്ചിട്ട് 5 ധൈര്യമുണ്ടോ? കുടിവെള്ളം കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ സാറേ? നമ്മളിവിടെ കുറച്ച് കാലം ഇല്ലാത്തതുകൊണ്ട് നിയമമാരെയൊന്നും അറിഞ്ഞില്ല. പോരാത്തിന് ഇന്നത്തെ പത്രം വെച്ചിട്ട് 5-6 ദിവസമായി സാറേ. അല്ല സാറേ, സാറിനെ പണ്ട് ഒരുപാട് സാറിന് വിളിച്ചിട്ടല്ലേ? എൻ്റെ നിന്ന് കുറേ കാശ് വാങ്ങിച്ചിട്ടുള്ളതല്ലേ? ജയിലിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പലരും പറഞ്ഞ് വിശ്വസിച്ചില്ല. സാറൊക്കെ പഴയ സാറല്ലേ, പുതിയ സാറുമായിട്ട് സാറാണെന്ന് പറഞ്ഞു സാറേ. മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ സാറിന് ഉദ്ദേശിച്ച സാറിന് മനസ്സിലായി. സന്തോഷം. കേട്ട സാറേ, വെറുതെ സാറേ. എന്താ സാറേ, വിട്ടു സാറേ. അടി സക്കെ. ഓക്കെ. പേരെന്താ മോളുടെ? സായുജ്യ. സായുജ്യ ഒന്ന് ഫേസ് ചെയ്ത് അങ്ങോട്ട്. സായുജ്യ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? BBA. നാട് എവിടെയാണ്? എറണാകുളം. അപ്പോൾ ഇനി നമുക്ക് ആക്ടിങ്ങിലേക്ക് അങ്ങോട്ട് കിടക്കാം. ഓക്കെ. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാ സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ വന്നതാ. പച്ചവെള്ളം വിറ്റിട്ടാണെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ സാറേ. കുടിവെള്ളം കൊണ്ടുവന്ന അത്രയ്ക്ക് വലിയ തെറ്റാണോ സാറേ? അല്ല, നമ്മൾ കുറേ കാലം ഇവിടെ ഇല്ലാതിരുന്നോണ്ട് നിയമം അറിയൊന്നും അറിഞ്ഞില്ല. പിന്നെ ഈ ദിവസത്തെ പത്രം 5-6 ദിവസമായി ഞാൻ വായിച്ചിട്ട്. പോരാത്തതിന് ഇന്നത്തെ പത്രം 5-6 ദിവസമായി ഞാൻ വായിച്ചിട്ട്. അല്ല സാറേ, സാറെന്നെ കുറേ കാലം സാറേന്ന് വിളിച്ച് കടന്നതല്ലേ? എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിച്ചിട്ടുള്ളതല്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരും പറഞ്ഞില്ല ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരും പറഞ്ഞില്ല സാറുമാരെ കാര്യം. സാറ് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറുമാരെ കാര്യം. സാറ് പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാന്ന് പറഞ്ഞു സാറേ. മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ സാറിന് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ, പോട്ടെ സാറേ, വീട് സാറേ. എന്താ സാറേ, അടി സക്കെ. എങ്ങനെയുണ്ട്? എന്താണ് പേര്? ആൻഡ്രീറ്റ. ആൻഡ്രീറ്റ. അല്ല, ഫുൾ പേര് പറയൂ. ആൻഡ്രീറ്റ മരിയ റോഡ്രിക്സ്. ആൻഡ്രീറ്റ മരിയ റോഡ്രിക്സ്. നൈസ്. ഒരു പ്രൗഡ് ഉണ്ട് കേട്ടോ. ഓക്കെ. എവിടെയാണ് നാട്? ഇവിടെ തന്നെ, എറണാകുളത്ത്. ആക്ഷൻ. പ്ലാച്ചിമട.
പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാണ് സാറേ. വരൾച്ച. ചിരിക്കണ്ട മോനെ, മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാണ് സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. പച്ചവെള്ളം വിട്ടിട്ടാണ് ഞാൻ ജീവിച്ച് പൊക്കോട്ടെ സാറേ. അല്ല സാറേ, കുടിവെള്ളം കൊണ്ടുപോകുന്നത് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ? ഇവിടെ കുറച്ചാളില്ലാത്തത് കൊണ്ട് നിയമം മാറിയതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ നിയമം നിയമം മാറിയതൊന്നും അറിഞ്ഞില്ല. പോരാത്തതിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ. അല്ല സാറേ, സാറിനെ ഒരുപാട് സാറേന്ന് വിളിച്ചിട്ടുള്ളതല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശും വാങ്ങിയിട്ടുള്ളതല്ലേ. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞറിഞ്ഞു സാർ പഴയ സാറല്ല, സാറുമാരുടെ പുതിയ സാറാണെന്ന് പറഞ്ഞു. അല്ല, നീ സാറേന്ന് വിളിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്താ ഉദ്ദേശിച്ചത് സാറിന് മനസ്സിലായില്ലേ? ശരി സാറേ, പോട്ടെ സാറേ, വരട്ടെ സാറേ. സന്തോഷം. വന്ദനോ? അത്രേ ഉള്ളൂ. ഭാഷ എന്തായാലും എന്ത് വാ പൊട്ട സംസാരിച്ചു കിട്ടിയല്ലോ, അത് മതി. എന്താ പേര്? ഹാഷിൽ. ആഷില്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BBA ഏവിയേഷൻ. റെഡി, ആക്ഷൻ. പ്രാഞ്ചുമലയിൽ എന്തൊരു എന്തോടാ ഇത്? ഏത് ഭാഷയാണ് ഈ പറയുന്നത്? ഇതെന്ത് ഭാഷ? കച്ചറ. പ്ലാഞ്ചുമലയിൽ എന്തൊരു അവൻ പറയും കേട്ടോ, അവൻ ഒരുപാട് വെറൈറ്റി ഇട്ട് വന്നതാണ്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. 1 2 3 ആക്ഷൻ. എന്നെ നീ കഥാപാത്രത്തെ ആവാഹിക്കണം. ഓക്കെ, ആവാഹിച്ചോ? അവയ്ക്കറിയില്ല. എന്നാ ശരി. ആക്ഷൻ. പ്ലാഞ്ചുമലയിൽ എന്തൊരു വരൾച്ച സാറേ. പ്ലാഞ്ചുമലയിൽ അതെവിടാ? തൃശ്ശൂർ അടുത്തുള്ള സ്ഥലം. പറഞ്ഞോടാ. പ്ലാച്ചിമട. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞങ്ങളുള്ള കുടിവെള്ളമായിട്ട് പോവാ സാറേ. കുടിവെള്ളമായിട്ട് പോവാ സാറേ. കുടിവെള്ളം വിറ്റെങ്കിലും ജീവിച്ചോട്ടെ സാറേ. അല്ല സാറേ, നിയമമാരെയൊന്നും അറിയില്ല സാറേ. ഇത് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണ് സാറേ. ഇന്നത്തെ പത്രം വായിച്ചിട്ട് 4-5 ദിവസമായി സാറേ. അല്ല സാറേ, സാറിനെ കുറെ സാറേന്ന് വിളിച്ചിട്ടില്ലല്ലോ സാറേ. എൻ്റെ കയ്യിൽ നിന്ന് കുറെ പൈസ മേടിച്ചിട്ടില്ലല്ലോ സാറേ. ഞാൻ ജയിലിൽ പോയപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞേ ഒന്നും വിശ്വസിച്ചില്ല സാറേ. സാറ് പഴയ സാറല്ല, സാറ് കുറെ സാറുമാരെ സാറാന്ന് പറഞ്ഞു സാറേ. സാറിന് മനസ്സിലായില്ല സാറേ. പോട്ടെ സാറേ, വരട്ടെ സാറേ. സാറേ ശരി സാറേ. അടിച്ചക്ക്. മറ്റേ എന്തോ ആഴ്ചത് സരസനാണല്ലേ? അല്ല, എന്താണ് പേര്? അനശ്വര. അനശ്വര. എവിടെയാണ്? എന്റെ വീട് ആലപ്പുഴയിലാണ്. ഇവിടെ BBA പഠിക്കുകയാണ്. റെഡി. പ്ലാച്ചിമടയിൽ എന്തൊരു വളർച്ചയാണ് സാറേ. അല്ല അല്ല, ഒരു മിനിറ്റ്. ഇപ്പൊ ശരിയാക്കി തരാം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാണ് സാറേ. ഞാൻ അങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുപോകാൻ വന്നതാ. അല്ലേ, പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാണ് സാറേ. കേട്ടോ, ചിലരുണ്ട് കള്ളു കുടിച്ചാ പിന്നെ പറഞ്ഞോണ്ടിരിക്കും. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ചയാണ് സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ വന്നതാ. കുടിവെള്ളം കുടിച്ചിട്ടാണെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ സാറേ. അല്ല, വിറ്റിട്ട്. ഒരു മിനിറ്റോടെ വിറ്റിട്ടായിരുന്നു, മറന്നുപോയി. കുടിവെള്ളം വിറ്റിട്ടാണെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ സാറേ. കുടിവെള്ളം വിൽക്കുന്നതിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കേസുണ്ട്. അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ സാറേ? പോരാത്തതിന് ഞാനിവിടെ കുറച്ചാൾ ഇല്ലായിരുന്നു. അപ്പൊ നിയമമാരെ വരുമെന്ന് ഞാൻ അറിയില്ല. പോരാത്തതിന് 5-6 ദിവസം ഇന്നത്തെ പത്രം വായിച്ചിട്ട്. അല്ല സാറേ, സാറിനെ പണ്ട് സാറേന്ന് വിളിച്ചിട്ടുള്ളതല്ലേ. പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. സാറ് പുതിയ സാറല്ലെന്നും പുതിയ സാറന്മാരുടെ സാറാണ് സാറെന്നും. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറിന് മനസ്സിലായല്ലേ?
അപ്പൊ ശരി സാറേ. ഓക്കെ സാറേ. അല്ല മറ്റേത് പറയുന്നില്ല. വിട് സാറേ. വെരി ഗുഡ്. എങ്ങനെയുണ്ട് സർ? സൂപ്പർ. യൂസുഫ്. യെസ്, യൂസുഫ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? MBB നാടെവിടെയാണ്? തൃശ്ശൂർ. സ്റ്റാർട്ട്. പ്ലാച്ചിമട. പ്ലാച്ചിമടയിൽ ഇപ്പം എന്തൊരു വളർച്ചയാണ് സാറേ. ഞാൻ ഇങ്ങോട്ട് പ്ലാച്ചിമടയിൽ ഇപ്പം എന്തൊരു വളർച്ചയാണ് സാറേ. ഞാൻ അങ്ങോട്ട് കുടിവെള്ളം കൊണ്ടുപോകാൻ വന്നതാണ്. പച്ചവെള്ളം വെച്ചിട്ടെങ്കിലും ജീവിച്ചോട്ടെ സാറേ. പച്ചവെള്ളം കൊണ്ടുപോകാൻ ഇത്ര വലിയ തെറ്റാന്ന് അറിഞ്ഞില്ല സാറേ. അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള തെറ്റാണെന്ന് അറിഞ്ഞില്ല. നമ്മൾ കുറച്ച് കാലമായിട്ട് നാട്ടിലുണ്ടാകുന്നില്ല സാറേ. നിയമം മാറിയൊന്നും നമ്മൾ അറിഞ്ഞില്ല. ഇന്നത്തെ പോരാത്തിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ. എന്ത് സാറേ, സാറെന്നെ പണ്ട് കുറേ സാറേന്ന് വിളിച്ചിട്ടില്ലല്ലോ സാറേ. പോരാത്തിന് എനിക്ക് കുറേ കാശൊക്കെ വാങ്ങിച്ചിട്ടുള്ളതല്ലേ. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു സാറ് പഴയ സാറല്ല, സാറിപ്പോൾ കുറേ സാറുമാരുടെ സാറായി എന്ന് പറഞ്ഞു സാറേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഈ മനസ്സിലായില്ല സാറേ, അത് മതി. ശരി സാറേ, പോട്ടെ സാറേ, നന്ദി. പോട്ടെ സാറേ, ശരി സാറേ, അടിച്ചേ. കണ്ടാൽ ഭ്രാന്തന്മാരാണെന്ന് തോന്നുകയേയില്ല. ഇത് കാണുമ്പോൾ എനിക്ക് അവരുടെ ഇടയിലേക്ക് ഊളിയിട്ട് ചെല്ലുവാൻ തോന്നുന്നു. ഇനി നീ പറഞ്ഞില്ലേ നിന്റെ മാസം മൊത്തം ഞാൻ ഇവിടെ കളയും കേട്ടോ. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞാനിവിടെ കുടിവെള്ളം വിൽക്കാൻ വേണ്ടി വന്നതാ. അങ്ങനല്ലേ, കുടിവെള്ളം വിൽക്കാൻ വേണ്ടി വന്നതാ. പച്ചവെള്ളം വിറ്റിട്ടാണ് ഞാൻ ജീവിച്ചു കൂട്ടെ സാറേ. വെള്ളം കൊണ്ടുവന്ന ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കുറ്റമാണ് സാറേ. ഇവിടെ കുറെ കാലം ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിയമം മാറിയൊന്നും അറിഞ്ഞില്ല. കുറെ നാളുമായി പത്രം വായിച്ചിട്ട്, ഇന്നത്തെ പത്രം വായിച്ചിട്ട്. അങ്ങനെ പറയല്ലേ 5-6 അല്ല സാറേ. സാറ് എന്നെ കുറെ സാറേന്ന് വിളിച്ചിട്ടുള്ളേ, കാശും കുറെ തന്നിട്ടുള്ളേ. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പലരും പഴയ സാറല്ല പുതിയ സാറെന്നാ പറയുന്ന. സാറന്മാരുടെ സാറാണ് സാറ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല സാറേ, വിട്ടേക്ക് സാറേ. ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പോവല്ലേ സാറേ. അതാണ് എനിക്ക് പറയുള്ളൂ. അങ്ങനെ നീ പോവല്ലേ. അങ്ങനെ എനിക്കും പോലെന്നുണ്ട് സാറേ. നിന്നെ അങ്ങനെ വിടുന്നില്ല, നീ പറഞ്ഞിട്ട് പോയാ മതി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും അത്യാവശ്യം മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഞാൻ ഒരാളെ വിളിക്കുകയാണ്. ജലീറ്റ. ജലീറ്റ, കൺഗ്രാറ്റ്സ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഇനി ഞാൻ വിളിക്കുന്നു കൃഷ്ണ. കൃഷ്ണ സുന്ദരിയാണ്. കൂടുതൽ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബദ്രീസിൻ്റെ ഒരു പപ്പായ ഫേഷ്യൽ ക്രീമാണിത്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും മുഖത്ത് ചെറിയ കറുപ്പ്, മുഖത്തോ കഴുത്ത കറുപ്പ് പാടുകളുണ്ടെങ്കിൽ പോലും അതിനെയും മാറ്റി വളരെ മിനുസമാക്കി തരും. അപ്പോൾ ഓക്കെ, കൺഗ്രാറ്റ്സ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു ഗിഫ്റ്റ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ ആഷിർ. നമ്മൾ പ്ലാഞ്ചിമട. എന്താടാ എന്ത് മട? ഇപ്പോഴും പഠിച്ചില്ലോടാ അത്. പ്ലാച്ചി അന്ന് തൃശ്ശൂരുള്ള എത്ര പേരുണ്ടോ അവർ പ്ലാച്ചിമട കറക്റ്റായിട്ട് പറയുന്നു. ഓക്കെ, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക 25,000 റുപ്പീസിൻ്റെ ഒരു ഗിഫ്റ്റ് വായിച്ചു. അവരുടെ തന്നെ മറ്റൊരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഏതൊരു വേദിയിലേക്കും ആദ്യം കയറി വരിക എന്നുള്ളതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. അതൊരു ക്വാളിറ്റിയാണ്. അതിനല്പം ഗട്ട്സും വേണം. അങ്ങനെ ഇവിടെ കയറി വന്ന ഹന്നയ്ക്ക് നമ്മളൊരു പ്രൈസ് കൊടുക്കുകയാണ്. വരും. നമ്മുടെ തുടക്കം കുറിച്ച വ്യക്തിയാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ, അപ്പം കൊച്ചി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ. എല്ലാവരും ഫുൾ എനർജിയിൽ തന്നെയായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് വിട്ടു പോകുന്നില്ല. ഇനിയും കുറച്ച് പേര് അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവരുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നവരെയും ഗുഡ് ബൈ.